പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാ നീ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാൻ യേശുവിൻ നാമത്തിൽ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. എന്തുകൊണ്ടാണ് ഈശോയെ കൂടുതൽ പേർക്ക് പ്രഘോഷിക്കാൻ സാധിക്കാത്തത്? നമ്മളെല്ലാവരും പല മധ്യസ്ഥരുടെയും പുറകെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, അവരിലൂടെയാണ് ഈ സഹായം ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് വിശുദ്ധന്മാര് ചിലപ്പോൾ ഈശോയെക്കാളും മുൻപന്തിയിലാണോ നിൽക്കുന്നത് ഒരു ചെറിയ സംശയം തോന്നുകയാണ്. നിങ്ങൾ മോശയേക്കാൾ വലിയവനാണോ എന്ന് ചോദിക്കുകയാണ്. എന്താണ്? മോശയാണ് ഞങ്ങൾക്ക് അപ്പം തന്നത് എന്നാണ് അന്നത്തെ ജനം പറഞ്ഞത്. അപ്പൊ ഈശോ അവരോട് പറഞ്ഞു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, പിതാവായ ദൈവമാണ്. ഇതുപോലെ എല്ലാ മധ്യസ്ഥരും നമുക്കുള്ളത് നല്ലത് തന്നെയാണ്. എന്നാൽ എന്റെ പൊന്നു കൂട്ടുകാരെ, ഈശോയാണ് ഇതെല്ലാം ചെയ്തു തരുന്നതെന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നാൽ ഈശോയെ എത്രയോ അധികമായി ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാം ദൈവമഹത്വത്തിനാകട്ടെ, എല്ലാം ഈശോയെ അറിയിക്കുന്ന സുവിശേഷകരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായ നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞാൻ പേറിയ നിന്ദകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണ്. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റവും